തിരുവൽത്താരയിലണിചേർന്നിടാം, അനുതാപമോടെ ബലിയേകിടാം. കാൽവരിയാഗത്തിനോർമ്മയുമായി ആവാപിതാവിനു ബലിയേകിടാം. തിരുവൽത്താരയിലണിചേർന്നിടാം, അനുതാപമോടെ ബലിയേകിടാം. കാൽവരിയാഗത്തിനോർമ്മയുമായി ആവാപിതാവിനു ബലിയേകിടാം. പൂർണ്ണ മനസ്സാൽ ഒന്നു ചേരാം, പൂജ്യമീ ബലിയേകിടാം. പൂർണ്ണ മനസ്സാൽ ഒന്നു ചേരാം, പൂജ്യമീ ബലിയേകിടാം. ഒരു മനമോടണയാ ദൈവത്തിനീ ബലിയർപ്പിച്ചിടാം. ഒരു മനമോടണയാ ദൈവത്തിനീ ബലിയർപ്പിച്ചിടാം. സ്നേഹത്തോടെ ബലിയർപ്പിച്ചിടാം. മലയിൽ ജീവനേകിയ ദിവ്യനാഥന്റെ ഓർമ്മയ്ക്കായി, കാൽവരിമലയിൽ ജീവനേകിയ ദിവ്യനാഥന്റെ ഓർമ്മയ്ക്കായി, മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് സ്വർലോകനാഥനെ വാഴ്ത്തുകയായി. മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് സ്വർലോകനാഥനെ വാഴ്ത്തുകയാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ ഈ ബലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ചൊരിഞ്ഞിട്ടുള്ള എല്ലാ കൃപകൾക്കും നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്ന് പ്രത്യേകമായി പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ പ്രത്യേകമായ മാധ്യസ്ഥവും തുണയും ഈ ബലിയിലൂടെ നമുക്ക് യാചിക്കാം. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ ഈ വിശുദ്ധൻ വഴിയായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം. ഇനിയും ഈ വിശുദ്ധനിലൂടെ നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും, പ്രിയപ്പെട്ടവരെയും, നമ്മുടെ സമൂഹത്തെയും ഒക്കെ ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് വിശ്വാസത്തോടുകൂടെ ഈ തിരുക്കർമ്മങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ഈ ദിവ്യരഹസ്യം ഏറ്റവും യോഗ്യതയോടെ അർപ്പിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപേക്ഷ കൊണ്ടും വന്നുപോയിട്ടുള്ള എല്ലാ പാപകടങ്ങളെയും ദൈവതിരുസന്നിധിയിൽ ആത്മാർത്ഥതയോടെ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത്
നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പാതുവായിലെ വിശുദ്ധ അന്തോനിയെ സമുന്നത സുവിശേഷ പ്രഘോഷകനും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രത്യേക മധ്യസ്ഥനുമായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ സഹായത്താൽ ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രബോധനങ്ങൾ പിഞ്ചെന്ന് എല്ലാ പ്രതിസന്ധികളിലും ഞങ്ങൾ അങ്ങയെ സഹായകനായി അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത് ജനക്കൂട്ടം ഒന്നാകെ പൗലോസിനും ശീലാസിനുമെതിരായി ഇളകി വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ പ്രഹരിക്കാൻ ന്യായാധിപന്മാർ കൽപ്പന നൽകി. അവർ അവരെ വളരെയധികം പ്രഹരിച്ചതിന് ശേഷം കാരാഗൃഹത്തിലടച്ചു. അവർക്ക് ശ്രദ്ധാപൂർവം കാവൽ നിൽക്കാൻ പാറാവുകാരന് നിർദ്ദേശവും കൊടുത്തു. അവൻ കൽപ്പന പ്രകാരം അവരെ കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിലാക്കി കാലുകൾക്ക് ആമം വെച്ചു. അർദ്ധരാത്രിയുടെ അടുത്ത് പൗലോസും ശീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. കാവൽക്കാരൻ ഉണർന്നപ്പോൾ കാരാഗൃഹവാതിലുകൾ തുറന്നു കിടക്കുന്നത് കണ്ടു. തടവുകാരെല്ലാവരും രക്ഷപ്പെട്ടുവെന്ന് വിചാരിച്ച് അവൻ വാളൂരി ആത്മഹത്യയ്ക്ക് ഒരുങ്ങി. എന്നാൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, സാഹസം കാണിക്കരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. വിളക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ട് അവൻ അകത്തേക്ക് ഓടി. പേടിച്ചു വിറച്ച് അവൻ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കാൽക്കൽ വീണു. അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവൻ ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവർ അവനോടും അവൻ്റെ വീട്ടുകാരോടും കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. അവൻ ആ രാത്രി തന്നെ അവരെ കൊണ്ടുപോയി അവരുടെ മുറിവുകൾ കഴുകി. അപ്പോൾ തന്നെ അവനും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി. ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അവിടുത്തെ വലതുകൈ എന്നെ രക്ഷിക്കും. കർത്താവേ, കർത്താവേ, അവിടുത്തെ വലതുകൈ എന്നെ രക്ഷിക്കും. കർത്താവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു. കർത്താവേ, അവിടുത്തെ വലതുകൈ എന്നെ രക്ഷിക്കും. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. കർത്താവേ, അവിടുത്തെ വലതുകൈ എന്നെ രക്ഷിക്കും. അവിടുത്തെ വലതുകൈ എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. കർത്താവെ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുത്. കർത്താവേ, അവിടുത്തെ വലതുകൈ എന്നെ രക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് സത്യാത്മാവിനെ അയക്കും. അവൻ നിങ്ങളെ എല്ലാ സത്യവും പഠിപ്പിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ,
ദൈവവചനം നീർച്ചാലുകൾ പോ ഒഴുകിയിറങ്ങുന്നു. ജീവൻ നൽകും വചനം ദൈവവചനം. കാതോർക്കണമിൻ ദൈവജനമേ, ഹൃദയമൊരുങ്ങിടുവിൻ ദൈവജനമേ. ഇത് ജീവൻ നൽകും വചനം ദൈവവചനം. ഇത് ജീവൻ നൽകും വചനം ദൈവവചനം. നീർച്ചാലുകൾ പോൽ ഒഴുകിയിറങ്ങുന്നു. ജീവൻ നൽകും വചനം ദൈവവചനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. എന്നിട്ടും നീ എവിടെ പോകുന്നു എന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾ ഇനിമേൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമീൻ. അപ്പവും വീഞ്ഞുമിൻ കൈകളിലേന്തി പുണ്യമാമീ തിരു സന്നിധിയിൽ. അപ്പവും വീഞ്ഞുമിൻ കൈകളിലേന്തി പുണ്യമാമീ തിരു സന്നിധിയിൽ. ഇന്നു ഞാൻ നിൽക്കുമ്പോൾ എൻ ദൈവമേ, പുണ്യതു സ്വീകരിക്കൂ, അനുഗ്രഹിക്കൂ. ഇന്നു ഞാൻ നിൽക്കുമ്പോൾ എൻ ദൈവമേ, പുണ്യതു സ്വീകരിക്കൂ, അനുഗ്രഹിക്കൂ, അനുഗ്രഹിക്കൂ. അപ്പവും വീഞ്ഞുമെൻ കൈകളിലേന്തി പുണ്യമാമീ തിരു സന്നിധിയിൽ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ മഹത്വ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, പാതുവായിൽ വിശുദ്ധ അന്തോണീസിന്റെ സ്മരണയ്ക്കായി അങ്ങേ പരിശുദ്ധ അൾത്താരയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാണിക്കകൾ സ്വീകരിക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തീർമുൽ കാഴ്ചകളിലൂടെ അവിടുത്തെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ സമൃദ്ധമായി ചൊരിയുമാറാകണമേ.
കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴിയെങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്ക് നന്ദി ചൊല്ലാം. ആയതു യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ഗാഗുൽത്താമലവേദിയിൽ മാനുഷ പാപങ്ങളേന്തി മരിച്ച നാഥ, താവക മൃത്യുവേ പ്രഖ്യാപനം ചെയ്ത് മേവിടും ഈ ജനം അർത്ഥഭക്ത്യാ. തന്നുയർപ്പിങ്കലുറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടവരതുൽഘോഷിക്കുന്നു. നിൻവരവങ്ങനെ പ്രത്യാശയോടിവ എന്നെന്നും ഈ മണ്ണിൽ കാത്തിരിപ്പൂ. ആകയാലാമോദ വായ്പിലമരുമാ സ്വർഗീയ ഗായകർ മാലാഖമാ ദിവ്യപ്രതാപവാനങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ.
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയുടെ മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കാരിക്കശ്ശേരി മെത്രാനോടും വൈദികഗണത്തോടും സന്യസ്തരോടും അങ്ങേ വിശ്വാസ സമൂഹത്തോടുമൊത്ത് സഭയെ സ്നേഹത്തിന്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ ഔസേപിതാവിനോടും അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പാതുവായിലെ വിശുദ്ധ അന്തോണീസിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ
എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ അവിടുത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർക്കും ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാറും നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമായുടേതാവുന്നു. സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്കും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾക്കും കുടുംബങ്ങൾക്കും അങ്ങേ സ്നേഹവും സമാധാനവും ഐക്യവും ഐശ്വര്യവും ആനന്ദവും കൽപ്പിച്ചരുളിയാലും എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടി. നമുക്ക് പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ.
എന്നിൽ വാഴാനാശിക്കുന്നു. എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. ഈശോ എന്നെ സ്നേഹിക്കുന്നു. എന്നിൽ വാഴാനാശിക്കുന്നു. എന്നിലെ തിന്മകൾ നീക്കി തന്മകനാക്കാൻ വിളിക്കുന്നു. ഹൃദയം തുറന്നീടാം, അനുദിനം സ്തുതി പാടാം. അഴുകിയ ചിന്തകൾ മാറ്റിയൻ മാനസം തവ തിരുപാദേ സമർപ്പിക്കാം. ഹൃദയം തുറന്നീടാം, അനുദിനം സ്തുതി പാടാം. അഴുകിയ ചിന്തകൾ മാറ്റിയൻ മാനസം തവ തിരുപാദേ സമർപ്പിക്കാം. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, കൊറോണ വൈറസ് രോഗബാധിതരായി ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുലിത സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ വേഗത്തിൽ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ നടക്കുന്നെങ്കിൽ അവിടുന്ന് കൂടിയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിലവേ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്വവും വഴി ഞങ്ങൾ മാനസാന്തരപ്പെട്ട് അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ചെയ്തുപോയ എല്ലാ തിന്മകൾക്കും പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും മാപ്പ് നൽകി ഈ മഹാദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പാതുവായിൽ വിശുദ്ധ അന്തോണീസിന്റെ സ്മരണ ആചരിക്കുന്ന ഞങ്ങളെല്ലാവരിലും സ്വർഗീയ വിരുന്നുന്നതങ്ങളിൽ നിന്നുള്ള ശക്തി ദൃഢീകരിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ വിശ്വാസദാനം അതിന്റെ സമഗ്രതയിൽ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും വെളിപ്പെടുത്തപ്പെട്ട രക്ഷാമാർഗത്തിലൂടെ ചരിക്കുകയും ചെയ്യുമാറാകട്ടെ. പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെയും പരിശുദ്ധമ്മയുടെയും സകല വിശുദ്ധരുടെയും കാവൽ ദൂതന്മാരുടെയും സ്വർഗീയ സംരക്ഷണം ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ലഭിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യബലി സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ. നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. കൂപ്പു കൈക്കുരുന്നുമായി നിൻ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ. തൃക്കരങ്ങൾ നീട്ടി ഞങ്ങളെ നിത്യമായി അനുഗ്രഹിക്കണേ. പാപലേശമേശിടാതെ
കൂടാതെ നിൻ പാദമാശ്രയിച്ചിടുന്നിവർ പാവന പ്രകാശധാരയിൽ ലീനരായിടേണമെന്നുമേ. നിന്റെ ആഗ്രഹത്തിനൊത്തപ്പോ എൻ പ്രവർത്തികൾ സമസ്തവും നിർവഹിച്ചു നിത്യഭാഗ്യവും കൈവരിക്കുവാത്തരുവരും. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ. നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ വിലാപം അങ്ങേ പക്കലെത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. ഈ വിശുദ്ധൻ്റെ പുണ്യയോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിക്കണമെന്ന് നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സൗഭാഗ്യപൂർണമാമേ, നീ എത്ര സ്തുതിഗീതം പാടി. സൗഭാഗ്യപൂർണമാമേ, നീ നല്ല ദൈവത്തെ വാഴ്ത്തി. സൗഭാഗ്യപൂർണമാമേ, നീ എത്ര സ്തുതിഗീതം പാടി. സൗഭാഗ്യപൂർണമാമേ, നീ നല്ല ദൈവത്തെ വാഴ്ത്തി. അഴുകാത്ത നാവേ, അനശ്വരനാവേ, അഭിഷേകവചനത്തിൻ നിറവേ, അനശ്വര സ്നേഹപിതാവാം ദൈവത്തിൻ അപദാനമെത്രയോ വാഴ്ത്തി. നീ അനവദ്യ സ്തുതിഗീതം പാടി. സൗഭാഗ്യപൂർണമാമേ, നീ എത്ര സ്തുതിഗീതം പാടി. സൗഭാഗ്യപൂർണമാമേ, നീ നല്ല ദൈവത്തെ വാഴ്ത്തി. സൗഭാഗ്യപൂർണമാമേ, നീ എത്ര സ്തുതിഗീതം പാടി. സൗഭാഗ്യപൂർണമാമേ, നീ നല്ല ദൈവത്തെ വാഴ്ത്തി. നമുക്കൊരുമിച്ച് വിശ്വാസത്തോടുകൂടെ നവനാൾ ജപങ്ങൾ ഏറ്റുചൊല്ലാം. മഹാത്മാവായ വിശുദ്ധ അന്തോണീസേ, അങ്ങ് ഇഹത്തിൽ ജീവിച്ചിരുന്നപ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും അങ്ങയെ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കുന്നുവല്ലോ. ഒരേയൊരു വാക്കുകൊണ്ട് മാത്രം എന്തത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും
നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതരായി അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോണീസേ, ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടുകൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മല കരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസായ ദിവ്യ ഉണ്ണീശോയുടെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഒരു നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി കൊറോണ വൈറസിൻ്റെ വ്യാപനത്തെയും രോഗബാധിതരായിരിക്കുന്ന എല്ലാ മക്കളെയും രാജ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസേ, ഈ രോഗത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ രാജ്യത്തെയും ലോകം മുഴുവനെയും സംരക്ഷിക്കുവാൻ സർവശക്തനായ സൗഖ്യദായകനായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം നീ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. നമുക്ക് ഏറ്റുചൊല്ലാം. ലഭിച്ചു തരണമെന്ന് സകല പരപ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവേശ്വരന്റെ തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല വിശുദ്ധന്മാരുടെയും നാമത്തിൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനോശരണത്തോടുകൂടെ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്ന നന്മകൾ ഞങ്ങൾക്ക് തന്നരുളയണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെയും ഞങ്ങൾക്കുള്ള എല്ലാറ്റിനെയും അങ്ങയെ ഭരമേൽപ്പിക്കുന്നു. അങ്ങേ പാദാന്തികത്തിൽ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ധന്യനായ വിശുദ്ധ അന്തോണീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും. ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞങ്ങൾ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായമരുളുന്ന വിശുദ്ധ അന്തോണീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. പ്രാർത്ഥനാഗാനം. ചെയ്തു സ്വർഗരാജ്യ രശ്മികിടും ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതോർത്തമ
പൊൻപാദങ്ങളിങ്ങും ആശ്രയം. പാവനാത്മാവായോരങ്ങുതൻ പ്രാർത്ഥന സഹായ ശക്തിയാൽ ശ്രേയസാർന്നു ഞങ്ങൾ വാഴുവാൻ പ്രീതനായി വരങ്ങൾ നൽകണേ. വേദനിച്ചിടുന്ന ചേതസും നീരിഴുന്ന നിർമിഴികളും കാഴ്ച വച്ചു കൂപ്പിടുന്നിതാ. കാതണച്ചു കേൾക്കനായക പാതുവായി ആശയോടെ നിൻ പാദമാശ്രയിച്ചോരീഴകൾ ആശ നേടി നിന്നനുഗ്രഹാൽ ആശീസിഗോകിന്നു ഔവിധം. അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങളിൽ സ്വർഗരാജ്യ രശ്മിയിടും ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതോർത്തമാ പൊൻപാദങ്ങളിന്നും ആശ്രയം. പതുവായിലെ വിശുദ്ധ അന്തോണീസിലൂടെ നാളിതുവരെ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നമുക്ക് ഒരുമിച്ച് കൃതജ്ഞതാ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. അത്ഭുത പ്രവർത്തകനെന്ന മഹനീയ നാമത്താൽ പ്രകീർത്തിതനും അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോണീസേ, അങ്ങ് ദയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളെന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണ് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോണീസേ, അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപത്തിൽ നിന്നകന്ന് അങ്ങേ വിശുദ്ധ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരുകയും ചെയ്യണമേ. ആമേൻ. അനുഗ്രഹ പ്രാർത്ഥന. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരനും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോണീസിന്റെ പക്കൽ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയസമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കവാടം തുറക്കും രക്ഷാകരമോസ്തിയേ, ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരണം. ത്രിത്വൈക ദൈവത്തിനും
കൂരിവോസ് തിരുവനായി നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്ന ത്രിതൈക ദൈവത്തെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്ന് നമുക്ക് ആരാധിക്കാം. ഇതാ ഈശോ തമ്പുരാൻ നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുകയാണ്. അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും ഓരോ നിമിഷവും കൈപിടിച്ച് നടത്തുന്നവനാണ്. നമ്മുടെ ജീവിതവും ജീവനും നമുക്കുള്ളതും നമ്മുടെ ഉള്ളവും കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. സർവശക്തനായ തമ്പുരാൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ സർവശക്തനായ ദൈവത്തെ നമുക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. അവിടുന്ന് സ്തുതികളിൽ വാഴുന്നവനാണ്, ആരാധനകളിൽ വാഴുന്നവനാണ്. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ മഹാമാരികളെയും ശമിപ്പിക്കുവാൻ ശക്തിയുള്ളവനാണങ്ങ് എന്ന് ഞങ്ങൾ ഓരോരുത്തരും അറിയുന്നു. വഞ്ചിയുടെ അമരത്ത് തലവെച്ച് ഉറങ്ങുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. ശക്തമായ കാറ്റും കോളും ഉണ്ടായപ്പോൾ വഞ്ചി ആടിയുലഞ്ഞു. ശിഷ്യന്മാർ ഭയന്ന് നിലവിളിക്കുന്നുണ്ട്, കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. ഈ മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ നമുക്കും കർത്താവിനെ വിളിച്ച് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. അങ്ങയുടെ കരുണയുടെ സൗഖ്യത്തിൻ്റെ കരം ലോകം മുഴുവൻ്റെ മേലും നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ഉണർന്ന് കാറ്റിനെയും കടലിനെയും ഒക്കെ ശാന്തമാക്കുന്നുണ്ട്. അതെ, അവിടുന്ന് രോഗങ്ങളുടെ മേൽ, പ്രകൃതി ശക്തികളുടെ മേലൊക്കെ, ദൗർഭാഗ്യങ്ങളുടെ മേൽ, പൈശാചിക ബന്ധനങ്ങളുടെ മേലൊക്കെ അധികാരമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്നലകളിൽ നമ്മെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തിയ ദൈവം തമ്പുരാൻ നമ്മുടെ കുറവുകളിലും നമ്മുടെ പോരായ്മകളിലും നമ്മെ കൈപിടിച്ച് നടത്തുന്ന അവിടുന്ന് നിന്റെ ഇല്ലായ്മയിൽ, നിന്റെ വല്ലായ്മയിലൊക്കെ നിന്റെ ചാരയുള്ള കർത്താവ്. ആ കർത്താവിനോട് ഒന്ന് ഉള്ളൊന്നൊന്ന് പ്രാർത്ഥിച്ച് ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് ആലപിച്ച് പ്രാർത്ഥിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. എല്ലാവരും ചേർന്ന് ആലപിക്കും. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും.
നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവൻ, നമ്മുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം അറിയാതെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. കർത്താവായ ഈശോയെ, എൻ്റെ ഇന്നലകളിൽ എന്നെ നീ കൈപിടിച്ച് നടത്തിയ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എന്നെ ഒത്തിരിയേറെ അങ്ങ് ഉയർത്തിയല്ലോ. എൻ്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളും എൻ്റെ നേട്ടങ്ങളുമെല്ലാം ഞാൻ ഇന്നലകളിൽ അനുഭവിച്ചതെല്ലാം തന്നെ, അല്ലെങ്കിൽ ഇന്ന് എനിക്കുള്ളതെല്ലാം തന്നെ കർത്താവേ, നിന്റെ വലിയ ദാനമാണല്ലോ, നിന്റെ വലിയ കൃപയാണല്ലോ. നിന്റെ കൃപയിൽ ഞാൻ പൂർണ്ണമായി ശരണപ്പെടുന്നു. നിന്റെ കൃപയ്ക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഇനിയും എന്നെ നീ കൈപിടിച്ച് നടത്തണമേ. എൻ്റെ പോരായ്മകളും എൻ്റെ കുറവുകളുമൊക്കെ നീ ഏറ്റെടുത്ത് എന്നെ നീ കൈപിടിച്ച് നടത്തണമേ. ഇന്നലകളിൽ അല്ലെങ്കിൽ ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ അത് താൽക്കാലികമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ വീഴ്ചകളും എൻ്റെ പോരായ്മകളും എൻ്റെ കുറവുകളുമൊക്കെ അത് എന്നെ നിന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ നീ അനുവദിക്കുന്നതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ദൈവമേ, എൻ്റെ കുറവുകളുടെ സമയത്ത്, എൻ്റെ പോരായ്മകളുടെ സമയത്ത് നിന്റെ ഉള്ളംകൈയിൽ എടുത്തുയർത്തി നിന്റെ നെഞ്ചോട് നീ എന്നെ ചേർത്ത് പിടിക്കുകയായിരുന്നു. മുടന്തനായ ആട്ടിൻകുട്ടിയെ, വഴിതെറ്റിപ്പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തി നിന്റെ ആ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് പോലെ എന്നെ നീ നിന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിന്റെ നെഞ്ചിലെ ഇളഞ്ചൂട് അനുഭവിക്കുവാൻ എന്നെ നീ അനുവദിക്കുകയായിരുന്നു. നിന്റെ സ്നേഹം എനിക്ക് ആവോളം നൽകുന്നതിന് വേണ്ടി നീ എന്നെ ഒരുക്കുകയായിരുന്നു. ഒരു കൃഷിക്കാരൻ സമൃദ്ധമായ വിളവ് ലഭിക്കുന്നതിന് വേണ്ടി തൻ്റെ മുന്തിരിവള്ളി വെട്ടിയൊരുക്കുന്നത് പോലെ നീ എന്നെ ഒരുക്കുകയായിരുന്നു. കർത്താവേ, നീ അപ്രകാരം എന്നെ വെട്ടിയൊരുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില സങ്കടങ്ങളിലൂടെയും വേദനകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും രോഗങ്ങളിലൂടെയും ദുഃഖദുരിതങ്ങളിലൂടെയും ഒക്കെ നടന്നു നീങ്ങിയപ്പോൾ എനിക്ക് വേദനിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ തിരിച്ചറിയുന്നു ദൈവമേ, അത് നിന്റെ സ്നേഹമാവോളം അനുഭവിക്കുന്നതിന് വേണ്ടിയായിരുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തെ മുഴുവൻ ഞാനിതാ സമർപ്പിക്കുന്നു. നീ എന്നെ വെട്ടിയൊരുക്കണമേ. നിന്റെ വഴികളിലൂടെ നീ എന്നെ നടത്തണമേ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നരുൾ ചെയ്ത പൊന്നുതമ്പുരാനെ, നിന്റെ വഴികളിലൂടെ നിന്റെ സത്യത്തിലൂടെ ജീവനിലേക്ക് എന്നെ നീ കൈപിടിച്ച് നടത്തണമേ. ഇന്നലകളിലെ വേദനകൾ അത് ഞാൻ തിരിച്ചറിയുന്നു ദൈവമേ. അല്ലെങ്കിൽ ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാമാരികൾ അത് എന്നെ കൂടുതൽ ഒരുക്കുന്നതിന് വേണ്ടിയാണ്. കൂടുതൽ തിരിച്ചറിവുകൾ എൻ്റെ ജീവിതത്തിലേക്ക് നൽകുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് ഞാൻ അറിയുന്നു ദൈവമേ. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലെകൾ തന്ന വേദനകൾ സ്നേഹമെന്നറിഞ്ഞില്ല. രോഗങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ വേദനകൾ നിൻ സ്വന്തമാക്കുവാൻ എന്നെ ചേർത്തണയ്ക്കണമേ. ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ ആരോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹം എത്ര സുന്ദരം. ഈശോയെ,
ചേർത്തണയ്ക്കണമേ. എന്നെ നിന്റെ നെഞ്ചോട് ചേർത്തണച്ച് എന്നെ നീ സ്നേഹിക്കുന്ന നിന്റെ ആ സ്നേഹം തിരിച്ചറിയുവാൻ, ആ സ്നേഹം അനുഭവിക്കുവാൻ എന്നെ നീ ഒരുക്കണമേ. നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പി നമ്മളായിരിക്കുന്നിടങ്ങളിൽ മുട്ടിന്മേൽ നിന്ന് ഒരു നിമിഷം കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. ഈശോയുടെ ആ ദിവ്യ സ്നേഹം നമുക്ക് നുകരാം. അവിടുന്ന് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കട്ടെ. കാറ്റിനെയും കോളിനെയും കടലിനെയും ഒക്കെ ശാന്തമാക്കിയ സർവശക്തനായ ദൈവം പ്രകൃതി ശക്തികളുടെ മേൽ, അകലത്തിന്റെ മേൽ, ദൗർഭാഗ്യങ്ങളുടെ മേൽ, രോഗത്തിന്റെ മേൽ, മരണത്തിന്റെ മേൽ, പൈശാചിക ശക്തികളുടെ മേലൊക്കെ അധികാരമുള്ള കർത്താവ് നമ്മുടെ ജീവിതത്തെ സ്പർശിക്കട്ടെ. ലോകം മുഴുവനെയും പിടികൂടിയിരിക്കുന്ന എല്ലാ മഹാമാരികളിൽ നിന്നും അവിടുന്ന് വിടുതൽ നൽകി നമ്മെ കാത്തു പരിപാലിക്കട്ടെ. നമുക്ക് അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുപ്രസിദ്ധനാം വിശുദ്ധനെ പാതുവാ